ഈശോമിശിഹായിക്കും മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്നലെ മെയ് 7 MCBS സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. ഇന്നലെ MCBS സഭ രൂപം കെട്ടിട്ട് ഏകദേശം 92 വർഷം പൂർത്തിയാകുകയാണ്. 1933 മെയ് 7 ഇവിടെ മല്ലപ്പള്ളിയിലുള്ള മിഷൻ പള്ളിയിൽ വെച്ചാണ് നമ്മുടെ MCBS സഭ രൂപം പ്രാപിക്കുന്നത്. 2 സഭാപിതാക്കന്മാര്, ബഹുമാനപ്പെട്ട മാത്യു ആലക്കളത്തിലച്ഛനും ബഹുമാനപ്പെട്ട ജോസഫ് പറയടത്തിലച്ഛനും, ഇവർ രണ്ടുപേരുമാണ് MCBS സഭയ്ക്ക് രൂപം കൊടുത്തത്. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രചോദനം, ദൈവത്തിന്റെ വലിയ പ്രചോദനം അവരുടെ ജീവിതത്തിലുണ്ടായിട്ട് അവര് രൂപം കൊടുത്ത MCBS സഭ, ആ സഭയിലെ അംഗങ്ങളാണ് ഇവിടെയുള്ള എല്ലാ പുരോഹിതരും. അതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഈ ആലയത്തിലായിരിക്കുമ്പോൾ നിങ്ങളും MCBS സഭയുടെ ഭാഗമാണ്, കത്തോലിക്ക സഭയുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ വലിയ ദാനത്തിൽ നമ്മളും പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആലക്കളത്തിലച്ഛൻ അറിയപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ വീണ എന്നാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ അച്ഛൻ തന്റെ ജീവിതകാലത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക ഇടവകളിലൂടെയും അച്ഛൻ ധ്യാനിപ്പിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. ധാരാളം വചനപ്രഘോഷണം നടത്തിയിരുന്ന ഒരു പുരോഹിതനായിരുന്നു. വിശുദ്ധ കുർബാനയോടുള്ള അതിയായ തീഷ്ണത, ആഗ്രഹം, കൊതി, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനോടുള്ള അതിയായ ഒരു സ്നേഹം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ വീണ എന്നാണ് അച്ഛനെ വിളിച്ചിരുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ അച്ഛൻ സംസാരിച്ചിട്ടുണ്ട്. അച്ഛൻ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നത്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: തീപ്പെട്ടിയിൽ അഗ്നിയും വീണയിൽ സ്വരമുണ്ടെങ്കിലും അത് ഉരസുമ്പോഴാണ് അത് ഈ ശബ്ദം പുറപ്പെടുന്നതും തീ ഉണ്ടാകുന്നത്. അതായത് തീപ്പെട്ടിയിൽ അഗ്നിയുണ്ട്, വീണയിൽ സ്വരവുമുണ്ട്. പക്ഷേ ഈ ഒരു ഉരസ് അവിടെ നടത്തുമ്പോഴാണ് അത് പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്രകാരം നമ്മുടെ തണുത്തുറഞ്ഞ നമ്മുടെ ഹൃദയത്തെ ഉരസി ചൂട് പിടിപ്പിച്ച് സ്നേഹാഗ്നിയും സ്തോത്രഗീതവും പുറപ്പെടുവിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് അച്ഛൻ പറഞ്ഞു വെക്കുക. വളരെ അല്ലേ, നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. തീപ്പെട്ടിയിൽ അഗ്നിയുണ്ട്, വീണയില് സ്വരമുണ്ട്. പക്ഷെ അവിടെ ഒരു ഉരസൽ സംഭവിക്കുമ്പോഴാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. അതുപോലെ നമ്മുടെ തണുത്തുറഞ്ഞ നമ്മുടെ ഹൃദയത്തെ ചൂട് പിടിപ്പിച്ചുകൊണ്ട് സ്നേഹാഗ്നിയും സ്തോത്രഗീതവും പുറപ്പെടുവിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് അച്ഛൻ പറഞ്ഞു വെക്കുകയാണ്. ബഹുമാനപ്പെട്ട ആലക്കളത്തിൽ അച്ഛൻ പറഞ്ഞു വെക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം തിരുവചനം. വചനത്തില് ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്: ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ. യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കുന്ന ഒരു ശിഷ്യ സമൂഹത്തെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണ് അവരെ ഭയന്ന് വിറച്ചിരുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ആരായിരുന്നു? യേശുവായിരുന്നു. അല്ല, ഈശോയായിരുന്നു അവരുടെ ഏക പ്രതീക്ഷ. അവരുടെ ധൈര്യവും അവരുടെ ആലംബവും അവരുടെ കരുത്തും എല്ലാം എന്ന് പറയുന്നത് ഈശോയായിരുന്നു. ആ മനുഷ്യൻ മരിച്ചു, കൊല്ലപ്പെട്ടു. യഹൂദരും പടയാളികളും എല്ലാവരും കൂടെ അവരുടെ പ്രതീക്ഷ, അവരുടെ ശക്തി, അവരുടെ ധൈര്യം, അവരുടെ കരുത്ത് എല്ലാമായ ഈശോയെ ക്രൂശിച്ചു, ഈശോയെ കൊന്നു. അതുകൊണ്ട് തന്നെ അതുവരുണ്ടായിരുന്നതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു, പ്രതീക്ഷ നഷ്ടപ്പെട്ടു, ഭയം വന്നു, പേടിയായി. പുറത്തേക്ക് ഇറങ്ങുവാൻ പോലും അവർക്ക് പേടിയായി. അതുകൊണ്ട് അത് യഹൂദരെ ഭയന്ന് അവര് കഥകടച്ചിരിക്കുക. അതായത് അവരെയും പിടിച്ചുകൊണ്ട് ഇതുപോലെ കൊല്ലും എന്നൊരു ഭയം.
അങ്ങനെ ഭയന്ന് വിറച്ചിരിക്കുന്ന ശിഷ്യ സമൂഹത്തെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാനത്തിലേക്ക് കാണുകയാണ്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 14-ാം തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് പത്രോസിന്റെ പ്രസംഗത്തെ കുറിച്ചാണ്. എന്നാൽ പത്രോസ് മറ്റു 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു. ഇത് പറയുകയാണ്, ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. അത് പത്രോസ് ബാക്കിയുള്ള 11 പേരോടും കൂടെ പുറത്തേക്ക് വന്നുകൊണ്ട് ജനത്തെ, ആരെയാണോ അവര് ഭയന്ന് വിറച്ച് കഥ കടച്ചിരുന്ന ആ ഒരു ശിഷ്യ സമൂഹത്തിന്റെ ആ ഒരു ചിത്രം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം അവസാനത്തിലേക്ക് കാണുകയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ തുടക്കം നമ്മൾ കാണുന്നത് പത്രോസ് മറ്റുള്ളവരോട് ചേർന്ന് നിന്നുകൊണ്ട് ആരെയാണോ അവര് ഭയപ്പെട്ട് അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്, മുമ്പിൽ നിൽക്കുകയാണ്. എന്നിട്ട് അവര് പ്രസംഗിക്കുകയാണ് ക്രിസ്തുവിനെ, തങ്ങൾ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ, തങ്ങൾ കണ്ട ക്രിസ്തുവിനെ, തങ്ങള് എന്തൊക്കെ ഈശോയിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ അതെല്ലാം, കണ്ടതിനെ, അനുഭവിച്ചറിഞ്ഞതിനെ, കേട്ടതിനെ എല്ലാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സധൈര്യം പുറത്തേക്ക് വന്നുകൊണ്ട് ചങ്കുറപ്പോടുകൂടി നിൽക്കുന്ന ശിഷ്യ സമൂഹം എവിടുന്ന് കിട്ടി? ഇത് എവിടുന്ന് കിട്ടി? ഒരു ഉരസൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ജീവിതത്തിൽ അഗ്നി ഉണ്ടായിരുന്നു, അവരുടെ ജീവിതത്തിൽ ആ ഒരു സ്വരം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഉരസൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയായിരുന്നു. അവിടെ അവരെ ഉരസി ചൂട് പിടിപ്പിച്ചുകൊണ്ട് സ്വരം പുറപ്പെടുവിക്കുന്നു. അഗ്നിയായിട്ട് അവർ ജ്വലിച്ചു നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് വന്ന് നിറയുകയാണ്. നമ്മൾ ഒന്നാമത്തെ അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അവർ ഏക മനസ്സോടുകൂടി യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അങ്ങനെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന അവരുടെ ജീവിതത്തിലേക്ക് ആരാണ് കടന്നു വന്നത്? ആര് കടന്നു വന്നു? പരിശുദ്ധാത്മാവ് കടന്നു വന്നു. അപ്പോൾ എന്ത് പറ്റി? അതുവരെ ഭയന്ന് വിറച്ചിരുന്ന ശിഷ്യ സമൂഹം ഒന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ആരെയാണോ അവര് ഭയപ്പെട്ടത് അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് സധൈര്യം തങ്ങൾ അനുഭവിച്ചറിഞ്ഞ, കേട്ടറിഞ്ഞ, കണ്ണുകൊണ്ട് കണ്ട, കാതുകൊണ്ട് കേട്ട ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സധൈര്യം പറയുകയാണ്. ഉദ്ധിതനായ ക്രിസ്തുവിനെ അവർ പ്രഘോഷിക്കുകയാണ്. പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നുണ്ട്, ക്രിസ്തു ഉയർത്തില്ലായിരുന്നെങ്കിൽ, ക്രിസ്തു ഉദ്ധാനം ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമായി പോയേനെ. ഉദ്ധിതനായ ക്രിസ്തുവിനെ അവർ പ്രഘോഷിക്കുന്നത്, ഉദ്ധിതനായ ക്രിസ്തുവിനെ അവർ പ്രഘോഷിക്കുക. കാരണം എന്ത് കിട്ടി? അവർക്ക് ധൈര്യം കിട്ടി. ഇതിനു മുമ്പ് വരെ ഈശോയുടെ കുരിശുമരണത്തിന് മുമ്പ് വരെ ആരെ ഉണ്ടായിരുന്നു? ശിഷ്യരുടെ കൂടെ ഈശോ ഉണ്ടായിരുന്നു ധൈര്യത്തിന്. ഉത്ഥാനത്തിന് ശേഷമോ ഈശോയും ഉണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ഉണ്ട്. ഞാൻ പോയി കഴിയുമ്പോ സഹായകൻ വരും, ഞാനത് നിങ്ങളുമേൽ അയക്കും. വാഗ്ദാനം നിറവേറപ്പെടുകയാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? സധൈര്യം ക്രിസ്തുവിനെ പ്രഘോഷിക്കുക. നമുക്കറിയാം പത്രോസ് എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു? പത്രോസ് എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു? ഒരു സാധാരണ ഒരു മുക്കുവനായിരുന്നു, അല്ലെ? പാണ്ഡിത്യമോ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ. ഈശോയെ എനിക്കറിയത്തില്ല, മനുഷ്യനെ അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം തള്ളി പറഞ്ഞ വ്യക്തി. അങ്ങനെ കുറവുകൾ ധാരാളമുണ്ട്. ഇനി ഇരുന്നിട്ട് കാര്യമില്ല, വാ മീൻ പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചതിന് പുറകെ പോയവൻ മറ്റു ശിഷ്യന്മാരെ കൂട്ടി, വാ ഇവിടെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല, ആ മനുഷ്യൻ പോയി, അവൻ മരിച്ചുപോയി, ഇനി ഇരുന്നിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഉപേക്ഷിച്ചതിനെ തേടി പോയ വ്യക്തി. അങ്ങനെ കുറവുകൾ ധാരാളമുണ്ട്. പക്ഷേ ആ ഉരസല സംഭവിക്കുക, പരിശുദ്ധാത്മാവ് വന്ന് നിറയുക. അപ്പൊ നോക്കിയേ, എത്ര പേരുടെ മുമ്പിൽ സധൈര്യം. ആളുകൾ എണ്ണമോ അവരെ എന്ത് തരക്കാരാണെന്നോ ഒന്നും നോക്കുന്നില്ല. തങ്ങൾ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ പ്രഘോഷിക്കാതിരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വീർപ്പുമുട്ടല് അവരനുഭവിക്കുക. അതുകൊണ്ട് സധൈര്യം പ്രഘോഷിക്കുക. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ശിഷ്യ സമൂഹത്തെ നമ്മൾ കാണുകയാണ്. ഈ ധൈര്യം അവർക്ക് കിട്ടിയത് പരിശുദ്ധാത്മാവിന്.
വീണ്ടും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പിതാവ് പറഞ്ഞു വെക്കുന്ന ഇപ്രകാരമാണ്: ഭൂമി എത്ര വളക്കോറുള്ളതായാലും സൂര്യന്റെ വെളിച്ചവും ചൂടും അതിന്മേൽ കിട്ടാതിരുന്നാൽ അതിൽ വീഴുന്ന വിത്ത് മുളച്ച് ഫലമുണ്ടാവുകയില്ല. ഭൂമി എത്ര വളക്കൂറുണ്ടായതായാലും സൂര്യന്റെ ചൂടും അതിന്റെ പോഷണവും ഒന്നും, സൂര്യന്റെ വെളിച്ചവും ചൂടും ഒന്നും അതിൽ കിട്ടിയില്ലെങ്കിൽ അതിൽ വീഴുന്ന വിത്ത് ഫലം പുറപ്പെടുവിക്കത്തില്ല. ഇപ്രകാരം പരിശുദ്ധാരൂപിയുടെ വെളിച്ചവും ചൂടും മനുഷ്യ ഹൃദയങ്ങളാകുന്ന ഭൂമിയിൽ തട്ടാതിരുന്നാൽ അതിൽ വീഴുന്ന ദൈവവചനവും ഫലം പുറപ്പെടുവിക്കത്തില്ല എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണമെങ്കിൽ, വചനമനുസരിച്ച് നമ്മൾ ജീവിക്കണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? പരിശുദ്ധാരൂപി വേണം, പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം. ഇവിടെ ധ്യാനിക്കുവാനായിട്ട് ധ്യാനത്തിന്റെ സമയത്ത് ആൾക്കാർ കടന്നു വരും. ആരെങ്കിലുമൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാകും. ഒരു പുറത്തേക്കൊക്കെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നതാണ്. പക്ഷെ ചോദിച്ചിട്ടുണ്ട്, എന്താ പറ്റി? എനിക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നില്ല, വചനം കേൾക്കുവാനായിട്ട് ഭയങ്കരമായ ബുദ്ധിമുട്ട്, എനിക്ക് സ്തുതിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അസ്വസ്ഥരാണ്. എനിക്ക് പോകണം. അതാണ് അവിടെ ഏറ്റവും വലിയ ചിന്ത. എനിക്ക് പോകണം, കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വചനം കേട്ടിട്ട് എന്തോ പോലെ സ്തുതിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരുടെ സ്തുതിപ്പ് കേൾക്കുമ്പോ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട്, എനിക്കും സ്തുതിക്കാൻ പറ്റുന്നില്ല, ഇനി ഞാൻ സ്തുതിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്ന ചിന്ത. അങ്ങനെ കുറെ ആകുലതകളാണ്. പറയാറുണ്ട്, പോയി പ്രാർത്ഥിക്കും, എന്തായാലും ധ്യാനിക്കുവാനായിട്ട് കടന്നു വന്നാലേ 3 ദിവസം എന്തായാലും ഇറങ്ങി തിരിച്ച് അല്ലെ പെട്ടിയും ബാഗും ഒക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ച് ഇല്ല ഡ്രസ്സൊക്കെ ആയിട്ട് മടക്കി എന്തെങ്കിലും കുറെ കഷ്ടപ്പെട്ടല്ലേ, എന്തായാലും നിങ്ങൾ ഇവിടെ വന്നില്ലേ, എന്തായാലും പോയി പ്രാർത്ഥിക്കും. ഇത് പറ്റുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ സാധ്യമാകുമെന്ന് പറഞ്ഞിട്ട് പലരെയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെ പോയവരൊക്കെ കൂടുതൽ തീഷ്ണതയോടെ ഒരു പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവസാനം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വചനം കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല, സ്തുതിക്കുവാൻ പറ്റുന്നുണ്ട്, കൂടുതൽ ഉച്ചത്തിൽ സ്തുതിക്കുവാനായിട്ട് പറ്റുന്നുണ്ട്, മറ്റുള്ളവർ എന്തോ കരുതുന്നു ഞാൻ ചിന്തിക്കാറില്ല, എനിക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് പറ്റുന്നുണ്ട്. ഇങ്ങനെ പറ്റി ആത്മാവെന്ന് നിറയുകയാണ്. ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞു. അവർക്ക് ഇതൊക്കെ സാധ്യമാവുകയാണ്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിലും പറ്റും. നമ്മൾ ഇപ്രകാരം പറയുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വചനം ശ്രവിക്കുമ്പോൾ, വചനം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ജീവിക്കാതിരിക്കാൻ പറ്റാതെയൊക്കെ വരുമ്പോൾ ചിന്ത ഇത്രേ ഉള്ളൂ, ഈ ഒരു ഉരസൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു പ്രകാശം, ചൂടും വെളിച്ചവും നമ്മുടെ ജീവിതത്തിൽ, പരിശുദ്ധാത്മാവിന്റെ ഈ ചൂടും വെളിച്ചവും നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ല. എവിടെയോ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇത് ലഭിക്കുകയാണെങ്കിൽ സ്വരമുണ്ടാകും, അഗ്നിയുണ്ടാകും, ഫലമുണ്ടാകും, വിത്തുകൾ പൊട്ടി മുളയ്ക്കും. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരുടെ സഭാപിതാക്കന്മാർ, ബഹുമാനപ്പെട്ട ആളത്തിലച്ചനും പറയടത്തിലച്ചനും, ഇതുപോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ വലിയ എന്നാ പറയുന്ന ഒരു ആരാധകരാണ്. വിശുദ്ധ കുർബാനയെ അവർ അത്രയേറെ സ്നേഹിച്ചു. അതുകൊണ്ട് ദിവ്യകാരുണ്യ മിഷണറി സമൂഹം എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. MCBS സഭ, മിഷണറി കോൺഗ്രിഗേഷൻ ഓഫ് ദ ബ്ലെസ്ഡ് സാക്രമെന്റ്. വിശുദ്ധ കുർബാന ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന പലപ്പോഴും പലരും പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ സഭ നശിച്ചു പോകത്തില്ല. കാരണം എന്താ? വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ സഭയാ, വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ സഭയാ. വിശുദ്ധ കുർബാനയുടെ അതിയായ തീഷ്ണതയാണ്. അങ്ങനെ നമ്മുടെ ഇവിടെ നടുമുറ്റത്ത് രണ്ടപ്പുറത്ത് ഇപ്പുറത്ത് 2 രൂപങ്ങളുണ്ട്. അത് എഴുതി വെച്ചിട്ടുണ്ട് ആരൊക്കെയാണെന്ന്. ഒരാൾ ആരക്കളത്തിലച്ചൻ, ഒരാള് പറയടത്തിലച്ചൻ. അവരുടെ 2 പേരുടെയും ആ രൂപത്തിന് തൊട്ടു മുകളിലായിട്ട് 2 വാചകങ്ങൾ നമ്മൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് അതിലൊരാള് ബഹുമാനപ്പെട്ട ആലക്കളത്തിലച്ചൻ പറഞ്ഞു വെക്കുന്ന ഇപ്രകാരമാണ്: ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടോ, അമ്പരത്തിൽ എത്ര മേഘങ്ങളുണ്ടോ, അന്തരീക്ഷത്തിൽ എത്ര അണുക്കളുണ്ടോ, അഗ്നിയിൽ എത്ര തീപ്പൊരികളുണ്ടോ, കടലിൽ എത്ര നീർത്തുള്ളികളും, കരയിൽ എത്ര മണൽത്തരികളും, മരങ്ങളിൽ എത്ര ഇലകളും കായ്കളും പുഷ്പങ്ങളും, വിസ്താരമേറിയ ഈ ലോകത്തിൽ എത്രയെത്ര സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളുണ്ടോ അത്രയോളം സ്തുതി കീർത്തനങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് ഉണ്ടായിരിക്കട്ടെ. നോക്കിക്കേ, എല്ലാം ഉൾപ്പെടുത്തി.
ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടോ, അമ്പരത്തിൽ എത്ര മേഘങ്ങളുണ്ടോ, അന്തരീക്ഷത്തിൽ എത്ര അണുക്കളുണ്ടോ, അഗ്നിയിൽ എത്ര തീപ്പൊരികളുണ്ടോ, കടലിൽ എത്ര നീർത്തുള്ളികളും, കരയിൽ എത്ര മൺതരികളും, മരങ്ങളിൽ എത്ര ഇലകളും പുഷ്പങ്ങളും കനികളുമുണ്ടോ, വിസ്താരമേറിയ സകല ലോകങ്ങളിലും എത്ര സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളുണ്ടോ, അത്രയും സ്തുതിവചനങ്ങളാൽ വിശുദ്ധ കുർബാനയ്ക്ക് സ്തോത്രമുണ്ടായിരിക്കട്ടെ എന്ന് അത് പറഞ്ഞു വെക്കുകയാണ്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിന്റെ ഇപ്പൊ അച്ഛൻ പറഞ്ഞ ഇതിന്റെ പേരിലുള്ള ഒരു ഗാനമുണ്ട്. പാട്ട് ഇപ്രകാരമാണ്: ആഴി തന്നിൽ എത്ര കോടി ജലഗണമുണ്ടോ, ഊഴി തന്നിൽ എത്ര മൺതരികളുമുണ്ടോ. പാടാമോ? ആഴി തന്നിൽ എത്ര കോടി ജലഗണമുണ്ടോ, പൂഴി തന്നിൽ എത്ര മൺതരികളുമുണ്ടോ, വാനിടത്തിൽ എത്ര കോടി താരകളുണ്ടോ, വാനിടത്തിൽ എത്ര കോടി താരകളുണ്ടോ, അത്രയോളം അനവരതം സ്തുതി സ്തോത്രങ്ങൾ. ആഴി തന്നിൽ എത്ര കോടി ജലഗണങ്ങളുണ്ടോ, പൂഴി തന്നിൽ എത്ര കോടി മൺതരികളുണ്ടോ, വാനിടത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടോ, അതിലെ അതിൽ കൂടുതൽ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. അത്രയോളം എണ്ണാൻ പറ്റത്തില്ല അല്ലേ? അത്രയോളം സ്തുതി കീർത്തനങ്ങൾ കൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് സ്തുതികൾ അർപ്പിക്കുന്ന ആ ഒരു ഭാഗം. പ്രിയമുള്ളവരെ, നമുക്കും അതുകൊണ്ട് വിശുദ്ധ കുർബാനയോട് അതിയായ നോക്കിയേ, അതിന്റെ ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു ആഴം നോക്കിയേ, വിശുദ്ധ കുർബാനയുള്ള ആ ഒരു ആഴം നോക്കിയേ, സ്നേഹത്തിന്റെ ആഴം എല്ലാം ഉൾപ്പെടുത്തി ലോകത്തിലുള്ള മുഴുവൻ എണ്ണാൻ പറ്റാത്തത്രയുള്ള കാര്യങ്ങൾ, സൃഷ്ടവസ്തുക്കളെ മുഴുവൻ, ലോകത്തെ മുഴുവൻ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഒരു സെന്ററായിട്ട്, കേന്ദ്ര ബിന്ദുവായിട്ട് വിശുദ്ധ കുർബാനയെ നിർത്തിയിട്ട് അതിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന അച്ഛന്റെ ഒരു വീക്ഷണം. അതാണ് നമുക്ക് എല്ലാവർക്കും കിട്ടേണ്ടത്. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് പറ്റണം. വിശുദ്ധ കുർബാനയെ നമുക്ക് സ്നേഹിക്കുവാനായിട്ട് പറ്റണം. ബഹുമാനപ്പെട്ട ആലക്കുളത്തിലച്ഛന്റെ ആ ഒരു കാഴ്ചപ്പാട് അതായിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട പറയടത്തിലച്ഛൻ പറഞ്ഞു വെക്കുന്ന, ജോസഫ് പറയടത്തിലച്ഛൻ പറഞ്ഞു വെക്കുന്ന ഇപ്രകാരമാണ്: ദൈവത്തിന്റെ തിരുമുഖം കാണുക എന്നത് എത്ര സന്തോഷദായകമായ കാര്യമാണ്. ദൈവത്തിന്റെ തിരുമുഖം കാണുക എന്ന് പറയുന്നത് എത്രയോ സന്തോഷദായകമായ ഒരു അനുഭവമാണ്. പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമുള്ളിടത്ത് വസിക്കുക എന്നത് അതിനേക്കാൾ ഭാഗ്യജനകമാണ്. പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമുള്ളിടത്ത് വസിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ ഭാഗ്യജന കാര്യമാണ്. ഒരു സെക്കൻഡ് നേരം പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ വിശ്വാസത്തോടുകൂടി ജീവിക്കുന്ന ക്രിസ്ത്യാനിക്ക് കിട്ടുന്ന ഭാഗ്യത്തോട് തുലനം ചെയ്യുമ്പോൾ മറ്റെല്ലാ ഭാഗ്യങ്ങളും നിസ്സാരമാണ്. ഒരു സെക്കൻഡ് നേരമെങ്കിലും വിശ്വാസത്തോടുകൂടി പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുവാനായിട്ട് ഒരു ക്രിസ്ത്യാനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും പരമോന്നതമായ ഭാഗ്യം. അവന്റെ മറ്റു ഭാഗ്യങ്ങളെക്കാട്ട് തുലനം ചെയ്യുമ്പോൾ, മറ്റു ഭാഗ്യങ്ങളോട് തുലനം ചെയ്യുമ്പോൾ ആ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് പരമകോടിയിൽ നിൽക്കുകയാണ്. ഏറ്റവും ഭാഗ്യം ചെന്ന അനുഭവം, ഏറ്റവും ഭാഗ്യം ചെന്ന അനുഭവം സർവവ്യാപിയായ ദൈവം തന്നെയാണ് അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ ഇരിക്കുന്നത് സർവവ്യാപിയായ ദൈവം തന്നെയാണ് എന്ന് ഉറപ്പിക്കുക, വിശ്വസിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരുവാനായിട്ട് പിതാവ് പറഞ്ഞു വെക്കുകയാണ്. ബഹുമാനപ്പെട്ട പറയടത്തിലച്ഛൻ പറഞ്ഞു വെക്കുകയാണ്. എത്രയോ വലിയൊരു വീക്ഷണം. ഈ ഒരു കാര്യവും ഒരേ എളുപ്പത്തില് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു അതിന്റെ ഗാനത്തിന്റെ ഈരടികൾ ഇപ്രകാരമാണ്:
നിന്റെ മുൻപിൽ ഒരു നിമിഷം എത്രയോ ശ്രേഷ്ഠം, വർണ്ണനാതീതം അതിൻ്റെ മാധുരിയോർത്ത പടമോ. നിന്റെ മുൻപിൽ ഒരു നിമിഷം എത്രയോ ശ്രേഷ്ഠം, വർണ്ണനാതീതം അതിൻ്റെ മാധുരിയോർത്ത. ഭൂവിലെ സൗഭാഗ്യമെല്ലാം ഒന്നു ചേർന്നാലും ഒന്നുമല്ലെന്നറിയൂ ഞാൻ പരമസ്നേഹമേ. ഭൂവിലെ സൗഭാഗ്യമെല്ലാം ഒന്നു ചേർന്നാലും ഒന്നുമല്ലെന്നറിയൂ ഞാൻ പരമസ്നേഹമേ. നിന്റെ മുമ്പിൽ ഒരു നിമിഷം എത്രയോ ശ്രേഷ്ഠമാണ്. അത് നൽകുന്ന മാധുര്യം എന്ന് പറയുന്നത് നമുക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്കത് അനുഭവിച്ചറിഞ്ഞൊന്ന് പറയാൻ പറ്റത്തില്ല. അതിനെക്കാട്ടും അപ്പുറമാണ്. ഭൂവിൽ നമുക്ക് കിട്ടുന്ന സൗഭാഗ്യത്തോട് തുലനം ചെയ്യുമ്പോൾ തമ്പുരാന്റെ സന്നിധിയിൽ ഒരു നിമിഷം എങ്കിലും ഒരു നിമിഷം വിശ്വാസത്തോടുകൂടി ആയിരിക്കുന്ന ആ ഒരു സമയം ഒരു ക്രിസ്ത്യാനിക്ക് കിട്ടുന്ന സൗഭാഗ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്, വളരെ വലുതാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവത്തോടൊന്ന് ചേർത്ത് വെക്കാം. ദൈവത്തോട് നമുക്ക് ചേർത്ത് വെക്കാം. നമുക്ക് ഒരു നിമിഷം തന്നെ എഴുതി വെക്കാം. നമ്മളിപ്പോ കണ്ട ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ പാടി ധ്യാനിച്ചു. നമ്മളൊന്ന് ആഴത്തില് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കൊന്ന് ചേർന്ന് നമുക്കൊന്ന് പാടാം. നമ്മുടെ സന്നിധിയില് കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വ്യാപരിക്കുവാനായിട്ട് സാധിക്കണം. അത് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി വിശുദ്ധ കുർബാനയെ നമുക്ക് സ്നേഹിക്കുവാനായിട്ട്, വിശുദ്ധ കുർബാനയോടുള്ള ആഴമായ സ്നേഹത്തില് നമ്മുടെ തന്നെ ജീവിതങ്ങളെ ചേർത്ത് വെക്കുവാൻ നമുക്ക് ആഗ്രഹിച്ചാം. നമുക്ക് കണ്ണുകളടയ്ക്കാം. ഈശോ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിപ്പുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് ആ ഈശോയെ നമുക്ക് കാണാം. ഒരു കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഇന്ന് സ്നേഹം അനുഭവിച്ചറിയുവാൻ, ആ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കാം. പ്രാർത്ഥന പാട്ടില് എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയോട് നമ്മൾ എങ്ങനെയായിരിക്കണം, വിശുദ്ധ കുർബാനയെ നമ്മൾ എപ്രകാരം സ്നേഹിക്കണം, അതിൻ്റെ ഒരു മാഹാത്മ്യം എല്ലാം, അതിനോട് നമ്മൾ എങ്ങനെ പ്രത്യുത്തരിക്കണം, എങ്ങനെ നമ്മൾ സ്തുതികൾ അർപ്പിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ സൗഭാഗ്യം അതെന്തുമാത്രം വലുപ്പമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരിക. തീർച്ചയായിട്ടും ഈ രണ്ടച്ഛന്മാരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ മഹത്വമേറിയ ഒരു ജീവിതമാണ്. ബഹുമാനപ്പെട്ട പടർത്തലച്ഛനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത്, രാവിലെ പത്രവും എടുത്തുകൊണ്ട് ദിവ്യാന സന്നിധിയിലേക്ക് ഓടും. പത്രവും എടുത്തുകൊണ്ട് പത്രവായന ദിവ്യഗാനത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ടാണ്. ആ ദിവ്യഗാനത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് പത്രം വായിക്കുമ്പോൾ ആ മനുഷ്യൻ ആ പത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ വായിക്കുന്ന വാർത്തകൾ, ആരൊക്കെ സങ്കടപ്പെടുന്നുണ്ടോ, ആരൊക്കെ വേദന അനുഭവിക്കുന്നുണ്ടോ, ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്കറിയാം. ഒരു പത്രം എടുത്തതെന്ന് എന്തുമാത്രം വാർത്തകളാണ് അല്ലേ. നമുക്ക് പ്രാർത്ഥനയ്ക്ക് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സബ്ജക്റ്റ് ഒന്നുമില്ല, വിഷയമൊന്നുമില്ല എന്ന് പറയുന്നവർക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡ് സ്വീകരിച്ചാൽ മതി. ഒരു പത്രം എടുത്തുകൊണ്ട് അങ്ങ് പോയാൽ മതി. എന്തുമാത്രം കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുവാനായിട്ട്. അങ്ങനെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനോട് പറയടുത്തത്. ആ പത്രം എടുത്തുകൊണ്ട് ദിവ്യഗാനത്തിന്റെ സന്നിധിയിൽ പോയി ഇരിക്കുകയാണ്. ഒരു യജമാനന്റെ മുമ്പില് അല്ലെ അനുസരണയോടുകൂടി ഇരിക്കുന്ന നായ്ക്കുട്ടി, യജമാനന്റെ മുമ്പിൽ അനുസരണയോടുകൂടി ഇരിക്കുന്ന നായ്ക്കുട്ടി. ആ നായ്ക്കുട്ടി ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണ്. എന്റെ യജമാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ സ്നേഹം അനുഭവിക്കാൻ പോകുന്നതുമായ ഇടത്തു നിന്ന് അതുപോലെ തമ്പുരാന്റെ സന്നിധിയിൽ ആയിരിക്കുന്ന അച്ഛൻ പത്രത്തിലൂടെ കടന്നുപോയി. പത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തൊക്കെ വിഷമങ്ങളിലൂടെ ആൾക്കാർ കടന്നു പോകുന്നുണ്ടോ അവരെയൊക്കെ തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ആ ഒരു മനോഭാവം, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം, അത് നമുക്ക് നൽകുന്ന ഒരു ബോധ്യം. എത്ര പേർക്ക് പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യുവാനായിട്ട്? എത്ര പേർക്ക് പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യുവാനായിട്ട്? മറ്റുള്ളവരുടെ വേദന കൊണ്ട് അയ്യോ പാവം, അങ്ങനെ വന്നു പോയല്ലോ എന്നൊക്കെ പറയാനായിട്ട് പറ്റും.
അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ട് നമ്മൾ അല്ലേ 2-3 പേരോട് 4-5 പേരോട് ഇങ്ങനെയൊക്കെ വാർത്തകൾ കൊണ്ട് നീ കേട്ടായിരുന്നു, ഇതൊരു കഷ്ടമല്ലേ എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് പറ്റും. ആ ഒരു വാർത്ത കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യം ആൾക്കാർ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി ദൈവമേ ഒന്ന് രക്ഷിക്കണേ, ഒന്ന് അനുഗ്രഹിച്ചേക്കണേ എന്ന് പറയുവാനായിട്ട് നമുക്ക് എത്ര പേർക്ക് പറ്റും? പ്രിയമുള്ളവരെ, അത് നമ്മൾ സ്വന്തമാണ്, അത് നമുക്ക് പറ്റണം, അങ്ങനെ പറ്റണം. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായം 8-ാം വാക്യം 1 പത്രോസ് 3-ാം അധ്യായം 8-ാം വാക്യം പ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്: നിങ്ങളെല്ലാവരും ഹൃദയ ഐക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവിൻ. ഇതൊക്കെയാണ് നിങ്ങളെല്ലാവരും ഹൃദയ ഐക്യം, അനുകമ്പ, സഹോദര സ്നേഹം, കരുണ, വിനയം, ഇതൊക്കെ ഉള്ളവരായിരിക്കുവിൻ. ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഹൃദയ ഐക്യമുള്ള, അനുകമ്പയുള്ള വ്യക്തി, സഹോദര സ്നേഹമുള്ള വ്യക്തി, കരുണയുള്ള വ്യക്തി, വിനയമുള്ള വ്യക്തി, ഇങ്ങനെ ഇതൊക്കെ ഈ പുണ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് ഇതൊക്കെ നമുക്ക് കാണിക്കുവാനായിട്ട് പറ്റും. മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനായിട്ട് പറ്റും. മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ നമുക്കൊന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റും. അവരോട് സ്നേഹം കാണിക്കുവാനായിട്ട് പറ്റും, കരുണ കാണിക്കുവാനായിട്ട് പറ്റും, അവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് പറ്റും, അതിനാദ്യം നമ്മൾ ഇതൊക്കെ സ്വന്തമാക്കണം. യൂദാസ്ലേഹ എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തില് പ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്. യൂദാസ്ലേഹ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്: നിങ്ങളിൽ കരുണയും സമാധാനവും സ്നേഹവും സമൃദ്ധമായി ഉണ്ടാകട്ടെ. നിങ്ങളിൽ കരുണയും സ്നേഹവും സമാധാനവും സമൃദ്ധമായി ഉണ്ടാകട്ടെ. അങ്ങനെ ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഏറ്റവും കൂടുതൽ ശിഷ്യ സമൂഹത്തോട് പറഞ്ഞ വാക്കെന്താണ്? സമാധാനം, അല്ലെ? സമാധാനം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, സമാധാനം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നാ പറയുന്നത്. അതുപോലെ തന്നെ ക്രിസ്തു പറഞ്ഞു വെക്കുന്നുണ്ട്: എന്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്: നിങ്ങളെ കാട്ടി ഉപരിയായിട്ട്, അല്ലെ, നിങ്ങളെ പോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് കരുണ, സ്നേഹം, സമാധാനമൊക്കെ നമുക്ക് ജീവിതത്തിലുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് പറ്റും. ക്രിസ്തുവിന് പറഞ്ഞു വെക്കുന്നുണ്ട്: നിങ്ങൾ ഏതെങ്കിലും ഒരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ ഭവനത്തിന് സമാധാനം ആശംസിക്കണം. അല്ലാതെ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ മുടിഞ്ഞു പോട്ടെ, അതല്ല വേണ്ടത്. സമാധാനം ആശംസിക്കണം, അവനെ അനുഗ്രഹിക്കണം, അനുഗ്രഹിച്ച് ആശീർവദിക്കണം. പ്രിയമുള്ളവരെ, അങ്ങനെ നമുക്ക് പറ്റുമ്പോൾ, അങ്ങനെ നമുക്ക് കരുണയോടെ കൂടി പ്രവർത്തിക്കുവാനായിട്ട് പറ്റുമ്പോൾ, നമ്മുടെ ശത്രുക്കളെ നമ്മൾക്ക് ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റുമ്പോൾ, അവരോട് ക്ഷമിക്കുവാനായിട്ട് പറ്റുമ്പോൾ, നമ്മൾ വിശുദ്ധ കുർബാനയുടെ മക്കളായിട്ട് തീരുക. കാരണം ഈ വിശുദ്ധ കുർബാന നമുക്ക് പറഞ്ഞു നൽകുന്ന പാഠം അത് തന്നെയാ. നിങ്ങൾ കരുണയുള്ളവരായിരിക്കുവിൻ, കരുണയോടുകൂടി വർത്തിക്കുവിൻ, മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് സമാധാനം ആശംസിക്കുക. അത് പറ്റണമെങ്കിൽ നമ്മളിൽ ഇതൊക്കെ ഉണ്ടാകണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് സ്വന്തമാക്കണം. അതാണ് തമ്പുരാന്റെ സന്നിധി നമുക്ക് ഒരു നിമിഷം വിശ്വാസത്തോടുകൂടി ഇച്ചിരിയേ പറ്റത്തുള്ളൂ, ഒരു നിമിഷമേ പറ്റുള്ളൂ. അന്ന് കുഴപ്പമില്ല, ഒരു നിമിഷം നിങ്ങൾ തമ്പുരാന്റെ സന്നിധിയിൽ ആ ഒരു നിമിഷം ഇരിക്കുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി നമുക്ക് തമ്പുരാനെ സ്നേഹിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് വലിയ കാര്യം. തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് എളിമയോടുകൂടി വർദ്ധിക്കുവാനായിട്ട് പറ്റണം. ദൈവത്തിൽ നിന്ന് കരുണ അനുഭവിച്ചറിയാനായിട്ട് പറ്റണം. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാനായിട്ട് പറ്റണം. നമുക്കറിയാം, ഇവിടെ ഈ ധ്യാനത്തിന്റെ ഭാഗമായിട്ട് ധ്യാനത്തിനോട് കൂട്ടി 9 ദിവസം ഇവിടെ രാവിലെ 8 മണിക്ക് വന്ന് വിശുദ്ധ കുർബാനയോടുകൂടി പിറ്റേ ദിവസം വിശുദ്ധ കുർബാന കഴിഞ്ഞ് 24 മണിക്കൂർ ദിവ്യഗാനത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന വ്യക്തികളുണ്ട്.
ഇനി നമുക്കറിയാം, നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മല്ലപ്പള്ളിയിൽ ഇവിടെ സഭാപിതാക്കന്മാര്, സഭയുടെ സഭാപിതാക്കന്മാര് ഇവിടെ 53 ദിവസം പ്രാർത്ഥിച്ച് എൻ്റെ ഓർമ്മയായിട്ട് നമ്മളൊരു 53, നമ്മൾ ഇന്നലെ തുടങ്ങി മെയ് 7 മുതൽ 53 ദിവസത്തേക്ക് 24 മണിക്കൂറും ദിവ്യകാനത്തിന്റെ സന്നിധിയിലായിരിക്കുവാനായിട്ടുള്ള അവസരമുണ്ട്. അങ്ങനെ ഓരോരുത്തര് വ്യക്തിപരമായിട്ട് വരുന്നവരുണ്ട്, കുടുംബമായിട്ട് വരുന്നവരുണ്ട്, സുഹൃത്തുക്കളായിട്ട് വരുന്നവരുണ്ട്, ഞാൻ അനുഭവിച്ചു പറഞ്ഞ ആ സ്നേഹത്തെ പകർന്നു കൊടുത്തുകൊണ്ട് ഇങ്ങനെ വരുന്നവരുണ്ട്. അവരൊക്കെ ഈ ദിവ്യകാനത്തിന്റെ സന്നിധിയിൽ 24 മണിക്കൂർ കടന്നു വന്നിരിക്കുന്നവരാണ്. അച്ഛൻ ഇവിടെ ആദ്യമായിട്ട് വന്ന സമയത്തും ഏകദേശം വന്ന് തുടക്കത്തിൽ തന്നെ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇരിക്കുവാനായിട്ട്. ഇപ്പം അച്ഛനോട് പറഞ്ഞു, 24 മണിക്കൂർ ആൾക്കാർ ഇവിടെ വന്നിരിക്കും, പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു കുടുംബത്തോട്, നമുക്കറിയാം അവർക്ക് കാപ്പിയൊക്കെ നമ്മൾ കൊടുക്കുന്നത്, അങ്ങനെ കാപ്പി കുടിക്കാനായിട്ട് ഇറങ്ങി വന്ന സമയത്ത് ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ആദ്യമായിട്ടാണോ വരുന്നതെന്ന് ചോദിച്ചു. അല്ല അച്ഛാ, കഴിഞ്ഞ വർഷം വന്നായിരുന്നു. ഞാൻ പറഞ്ഞു, എന്നിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്നുണ്ട്, എങ്ങനെയുണ്ട് അനുഭവം? അച്ഛാ, ഏറ്റവും മനസ്സമാധാനവും ശാന്തതയും അനുഭവിക്കുന്ന നിമിഷമാണ്. ഏറ്റവും സമാധാനവും സന്തോഷവും എല്ലാം അനുഭവിക്കുന്ന ഒരു നിമിഷമാണ് തമ്പുരാന്റെ കൂടെ ആയിരിക്കുന്ന 24 മണിക്കൂർ. ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നു, ഇപ്പൊ ഈ വർഷവും വരും, ഇനി അടുത്ത വർഷമുണ്ട്, അടുത്ത വർഷവും വരും. ഇത് വരുവാനായിട്ട് തയ്യാറാവുകയാണ്. നമുക്കറിയാം, എല്ലാ മാസത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ച നമുക്ക് ധ്യാനമുണ്ട്. താമസിച്ചുള്ള വെള്ളിയാഴ്ച തുടങ്ങി ശനി ഞായർ തിങ്കൾ തീരുന്ന രീതിയിൽ ധ്യാനമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇതുപോലെ 24 മണിക്കൂർ തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നവരുണ്ട്. അവരുടെ എല്ലാ മാസവും കടന്നു വരുന്നവരുണ്ട്. കാത്തിരിക്കുകയാണ് ആ ഒരു ദിവസത്തിന് വേണ്ടി, തമ്പുരാന്റെ കൂടെ ആയിരിക്കുവാനായിട്ട്. കാരണം എന്താണ്? ഏറ്റവും സമാധാനം അനുഭവിക്കുന്ന സ്ഥലമാണ് അവിടെ, ഏറ്റവും സ്നേഹം അനുഭവിക്കുന്ന സ്ഥലമാണ് അവിടെ. അതുകൊണ്ട് എന്താണ്, ആ അനുഭവിച്ചറിഞ്ഞ സ്നേഹവും സമാധാനം അനുഭവിച്ചറിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുവരിക. ഈ വ്യാഴാഴ്ച ദിവസം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് വീട്ടിൽ പണിയില്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ജോലി ചെയ്ത് വന്നവരുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വിശ്രമിക്കാം, കിടന്നുറങ്ങാം, അല്ലെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം, വീട്ടുകാരുടെ പുറത്തേക്ക് പോകാം. അങ്ങനെ ഇഷ്ടംപോലെ സാഹചര്യങ്ങളും ഓപ്ഷൻസും നിങ്ങളുടെ മുമ്പിലുണ്ട്. എന്തുകൊണ്ടാണ് തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്? നിങ്ങൾ ഒരു അനുഭവം, അല്ലെ, ദൈവത്തിന്റെ ആ സ്നേഹം, ദൈവത്തിന്റെ കരുണ, ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തത, ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചു. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വരുന്നത്. എന്തുകൊണ്ടാണ് ഇതിലൂടെ കടന്നുപോയവര് വീണ്ടും അനേകരെ കൂട്ടിക്കൊണ്ടുവരുന്നത്? ഇതേ കാര്യം അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുകയാണ്. അവർക്കും ഇതേ അനുഭവം കിട്ടണം. വണ്ടി വിളിച്ചും കൂടെ കൊണ്ടുവരുന്നൊക്കെ ഇഷ്ടംപോലെ ധാരാളം ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ്? തങ്ങൾ അനുഭവിച്ചറിഞ്ഞ ആ ക്രിസ്തുവിനെ മറ്റുള്ളവരും അനുഭവിക്കണം, മറ്റുള്ളവർക്കും അത് പകർന്നു കൊടുക്കുവാനായിട്ട് ഒരു തീഷ്ണത അവരുള്ളിലേക്ക് കയറുകയാണ്. കാരണം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, തുടക്കത്തിൽ പറഞ്ഞ പോലെ തീപ്പെട്ടിയില് അഗ്നിയുണ്ട്, വീണയില് സ്വരമുണ്ട്. ആ ഉരസൽ അവർക്ക് അനുഭവിച്ചറിഞ്ഞു. അതുകൊണ്ട് എന്ത് പറ്റി? സ്വരമുണ്ടായി, അഗ്നിയുണ്ടായി, കത്തിച്ചൊലിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുകയാണ്. പത്രോസ്ലീഹ പേടിച്ച് ഭയന്ന് വിറച്ച് മുറിയിൽ അടച്ചിരുന്ന 4 ചുമരുകൾക്കുള്ളിൽ അടച്ചിരുന്ന ശിഷ്യ സമൂഹമല്ല പിന്നീട് കണ്ടത്. തന്റെ ജീവൻ ത്യജിക്കുവാനായിട്ട് തയ്യാറാകുന്ന ശിഷ്യ സമൂഹം, അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനായിട്ടുള്ള ആ തീഷ്ണത കൊണ്ട് നിറഞ്ഞ ശിഷ്യ സമൂഹത്തെയാണ്. നമ്മുടെ പ്രിയമുള്ളവരെ, നമുക്കും ഈ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.